بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين. أما بعد. നമ്മുടെ തൗബയുടെ വുജൂബിയത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉയർന്ന മാനസികാവസ്ഥ, ആത്മീയ അവസ്ഥ ഉള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തൗബയുടെ വുജൂബിയത്ത് മനസ്സിലാകുന്നതിന് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിലും പറഞ്ഞ വാക്കുകളിലേക്ക് പോകേണ്ടതില്ല. അപ്പോൾ അതിലേക്ക് മാത്രം പോവുകയാണെങ്കിൽ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ അങ്ങനെ തൗബയൊന്നുമില്ല. ഇങ്ങനെ ഖുർആനിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തൗബ ചെയ്യുന്നു, ഹദീസിൽ വന്നതുകൊണ്ട് തൗബ ചെയ്യുന്നു, അള്ളാഹുമായി നേരിട്ടുള്ളൊരു ബന്ധമില്ല എന്ന് വരും. ആ ഒരു അവസ്ഥ ഉള്ള ആ ഉയർന്ന അവസ്ഥയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവര് തൗബയുടെ വുജൂബിയത്തിന് വേണ്ടി ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് നോക്കാറില്ല. അത് ഉയർന്ന മാനസികാവസ്ഥയുള്ളവരുടെ അവസ്ഥയാണ്. അതാണ് നമ്മൾ മുമ്പ് വിവരിച്ചുകൊണ്ടിരുന്നത്. അതാണ്. രണ്ടാമത്തത് അത്രയും ഉയർന്ന മാനസികാവസ്ഥ ഇല്ലാത്തവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടേക്ക് എത്തുന്നതിന് വേണ്ടി ആദ്യം ഖുർആനിലും പിന്നെ തിരുസുന്നത്തിലും നോക്കണം. അവിടെ നിന്നും നോക്കി മനസ്സിലാക്കി അവൻ ആ ഉന്നതമായ പദവിയിലേക്ക് എത്തണം. ഇത്രയും കാര്യമാണ് പറഞ്ഞത് നേരത്തെ. ഫഖദ് ഖാല അല്ലാഹു തആല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ തൗബ ചെയ്യുന്ന അല്ലാഹുവിലേക്ക്, നിങ്ങൾ എല്ലാവരും അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുന്നു, തൗബ ചെയ്ത് മടങ്ങുവിൻ മുഅ്മിനുകളെ, ലഅല്ലകും തുഫ്ലിഹൂന, നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടി. വിജയികളായേക്കാമെന്നർത്ഥം വെക്കരുത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിൻ്റെ കലാമാണ്. അങ്ങനെ ആയേക്കാമെന്ന് പറയുമ്പോൾ അള്ളാഹു തആലയ്ക്ക് അവൻ ആകുമോ ഇല്ലെന്ന് അറിയത്തില്ല എന്ന് വരും. അതുകൊണ്ട് അവിടെ തർജീയുടെ മാനയല്ല, ഇല്ലത്ത്, അതിൻ്റെ ഗായത്ത് അങ്ങനെയാണ്. തൗബ ചെയ്താൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടി. വഹാദാ അംറുൻ അലൽ ഉമൂം, ഇത് പൊതുവെയുള്ള ഒരു കൽപ്പനയാണ്. വഖാല അല്ലാഹു തആല, പടച്ചതമ്പുരാൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തൂബു ഇലല്ലാഹി തൗബത്തൻ നസൂഹ, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. തൗബത്തൻ നസൂഹ, നസൂഹായ തൗബ. നസൂഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഇല ആഖിറിൽ ആയത്തി. മഅനൻ നസൂഹ്, നസൂഹ് എന്ന് പറഞ്ഞാൽ അൽ ഖാലിസു ലില്ലാഹി തആല, അള്ളാഹു തആലയ്ക്ക് വേണ്ടി ഖാലിസായത്, തെളിഞ്ഞത്, യാതൊരുവിധ കലർപ്പും ഇല്ലാത്ത. ഖാലിയൻ അനി ശവാഇബി, കലർപ്പുകളെ തൊട്ട് അത് ഒഴിവായ നിലയിൽ. അത് മൗഖൂദുൻ മിനൻ നുസ്ഹി, നസ്ഹ് എന്ന വാക്കിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ് നാസിഹ്, നസൂഹ്. അവിടെ നന്മയെ ആഗ്രഹിക്കുക എന്നാണല്ലോ അതിന്റെ നേരായ അർത്ഥം. നന്മയെ മാത്രം ആഗ്രഹിച്ചിട്ടുള്ള തൗബ, അതിൽ റിയാ ഒന്നുമില്ല. വയദുല്ലു അലാ ഫളിലി തൗബത്തി, തൗബയുടെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് അറിയിക്കുന്നുണ്ട് ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ ഈ വാക്ക്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, നിശ്ചയം അള്ളാഹു അവൻ തവ്വാബുകളെ ഇഷ്ടപ്പെടുന്നു, അവൻ മുതതഹിറുകളെ ഇഷ്ടപ്പെടുന്നു. അഥവാ അള്ളാഹു തൗബ ചെയ്തവരെ ഇഷ്ടപ്പെടുന്നു, പരിശുദ്ധന്മാരെയും ഇഷ്ടപ്പെടുന്നു. വഖാല അലൈഹിസ്സലാം, അപ്പൊ അതിലൂടെ അള്ളാഹുവിന്റെ മഹബത്ത് കിട്ടണമെങ്കിൽ തൗബ ഉണ്ടാകണം, കൽബ് ശുദ്ധിയാകണമെന്ന് കിട്ടി. അള്ളാഹുവിന്റെ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ വഖാല അലൈഹിസ്സലാം, അത്തായിബു ഹബീബുല്ലാഹി, തൗബ ചെയ്തവൻ അള്ളാഹുവിന്റെ ഹബീബാണ്, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കിയവനാണ്, അള്ളാഹുവിനെ പ്രേമിക്കുന്നവനാണ്. വത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു, പാപത്തിൽ നിന്നും തൗബ ചെയ്യുന്നവൻ പാപമില്ലാത്തവനെ പോലെയാണ്. അവൻ പാപത്തിൽ തൗബ ചെയ്ത് കഴിഞ്ഞാൽ അവൻ തൗബ കൊണ്ട് പാപം ഇല്ലാത്തവനെ പോലെ, പാപരഹിതനെ പോലെയായി. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വീണ്ടും അവിടുന്ന് അരുളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലല്ലാഹു അഫ്റഹു ബി തൗബത്തിൽ അബ്ദി
നിശ്ചയമായും അള്ളാഹു അവൻ സന്തുഷ്ടനായിരിക്കും ഏറ്റവും കൂടുതൽ. ബി തൗബത്തിൽ ആബിദ്, ഒരു അടിമയുടെ തോപ കാരണമായി അള്ളാഹു വളരെ സന്തോഷിക്കുന്നവനാണ്. അൽ മുഅ്മിനി, മുഅ്മിനായ അടിമയുടെ തോപ കൊണ്ട്. ആരേക്കാൾ? മിൻ റജുലിൻ, ഒരാളേക്കാൾ. അയാൾ ആരാണ്? നസല ഫി അർദിൻ ദവിയ്യത്തിൽ, ഒരു മരുഭൂമിയായ പ്രദേശത്ത് അയാൾ ഇറങ്ങി, അയാളുടെ യാത്ര അതിലെയാണ്. മുഹലിക്കത്തിൻ, നാശകാരിയായ മരുഭൂമിയിൽ. മഹൂർ റാഹലത്തോ, അയാൾ വെറുതെ പോയതല്ല, അയാളോടൊപ്പം വാഹനമുണ്ട്, അഥവാ ഒട്ടകമുണ്ട്. അലിഹ തഹാമുഹു, ആ വാഹനത്തിലാണ് ഇയാളുടെ ഭക്ഷണവും ഷറാബും അയാളുടെ പാനീയമല്ല. അങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ട് റഅസഹു, അയാളുടെ തല താഴെ വെച്ചു. അങ്ങനെ ഫനാമ, അയാള് ഉറങ്ങി. നൗമത്തൻ, ഒരുറക്കം. ഓർഫസ്തൈഖദ, പെട്ടെന്ന് അയാൾ ഉണർന്നു. വഖദ് ദഹബത്ത് റാഹിലത്തു, അപ്പൊ അയാളുടെ വാഹനം അവിടെ നിന്ന് പോയിരിക്കുന്നു. എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ തലബഹ, അയാൾ ആ വാഹനത്തിനെ ഒരുപാട് തേടി. ഹത്ത, അങ്ങനെ ഇദസ്തദ്ദ അലൈഹിൽ ഹർറു, ചൂട് അയാൾക്ക് കഠിനമായപ്പോൾ, വൽ അത്തശുദ്ദാഹു, അല്ലെങ്കിൽ മാഷാ അള്ളാഹു കാല, മാഷാ അള്ളാഹ്, അള്ളാഹ് ഉദ്ദേശിച്ച ഒന്ന്, അവനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോ കാല, അവൻ മനസ്സിൽ പറയും, അർജിഉ ഇലാ മക്കാനി അല്ലദീ കുന്തു ഫീ, ഞാൻ ഈ വാഹനത്തിനെ തേടി പോകുന്നതിന് മുമ്പ് ഞാൻ എവിടെയായിരുന്നോ അങ്ങോട്ടേക്ക് ഞാൻ മടങ്ങുകയാണ്. എന്നിട്ട് ഫനാമു ഹത്താ അമൂത്ത്, ഞാൻ അവിടെ കിടന്ന് മരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഫവളഅ റഅസഹു അലാ സാഇദിഹി, അയാളുടെ സാഇദിൽ, മുഴങ്കയിൽ അയാൾ കൈ വെച്ചു. ലിയമൂത്ത്, കിടന്ന് മരിക്കാൻ വേണ്ടി. അങ്ങനെ കിടന്ന് കുറെ കഴിഞ്ഞിട്ട് ഫസ്തൈഖദ, വീണ്ടും അയാൾ ഉണർന്നു. ഇത് അന്നേരം കാണാം റാഹിലത്തുഹു, അയാളുടെ വാഹനം എന്തോ അയാളുടെ വീണ്ടും വന്ന് നിൽക്കുകയാണ്. അലയാ, വാഹനത്തിലുണ്ട് സാദുഹു വ ഷറാബുഹു, അയാളുടെ യാത്രാഭക്ഷണവുമുണ്ട്, അയാളുടെ പാനീയവുമുണ്ട്. അപ്പോ ഫല്ലാഹു തആല, അള്ളാഹു തആല നിശ്ചയം, അശദ്ദു ഫറഹൻ, ഏറ്റവും സന്തുഷ്ടനായിരിക്കും. ബി തൗബത്തുൽ അബ്ദിൽ മുഅ്മിനി, മുഅ്മിനായ ഒരു അടിമയുടെ തൗബ കാരണമായി. മിൻ ഹാദ, ഇയാൾക്ക് സന്തോഷമുണ്ടാകുന്നതിനേക്കാൾ, ബി റാഹിലത്തി, അയാളുടെ വാഹനം കിട്ടിയപ്പോൾ അയാൾക്ക് സന്തോഷമുണ്ടായതിനേക്കാൾ തോബ, ഒരു അടിമയുടെ തോബ കൊണ്ട് അള്ളാഹു സന്തോഷിക്കുന്നതിനായിരിക്കും. ഒരടിമ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചു ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിൽ നിരാശയായി കഴിഞ്ഞ് അയാളുടെ വാഹനം തിരിച്ചു വിടുമ്പോൾ അയാൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അതുപോലെയാണ് അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിനുണ്ടാകുന്നത് എന്നാണ് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിനേക്കാൾ സന്തുഷ്ടരായിരിക്കും. അള്ളാഹു നമ്മളെ അവന്റെ സന്തോഷത്തിലെടുക്കുമാറാകട്ടെ. വഫി ബഅദിൽ അൽഫാദി, വേറെ ചില ഹദീസിന്റെ വാചകങ്ങളിലുണ്ട്, കാല, അവൻ പറയും, മിൻ ശിദ്ദത്തി ഫറഹി, അവന്റെ സന്തോഷത്തിന്റെ കാഠിന്യത്താൽ, ഇതാ അറാദ ശുക്രല്ലാഹി, അള്ളാഹുവിന്റെ ശുക്രിനെ, അള്ളാഹുവിന്റെ നന്ദി അവൻ ഉദ്ദേശിച്ചാൽ അവൻ പറയും, അന റബ്ബുക വാന അബ്ദി, അവൻ ഇങ്ങനെ പറഞ്ഞു പോകുന്ന നന്ദിക്ക് വേണ്ടി, ഞാൻ നിന്റെ റബ്ബാണ്, നീ എൻ്റെ അടിമയാണെന്ന് അവൻ പറഞ്ഞു പോകും എന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വയുർവാനിൽ ഹസനി, ഇമാം ഹസൻ ബസരിയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, കാല, അദ്ദേഹം പറയാണ്, ലമ്മാ താബല്ലാഹു അസ്സ വജല്ല, അള്ളാഹു താല തോബയെ സ്വീകരിച്ചപ്പോൾ, അല ആദമ അലൈഹിസ്സലാം, ആദം അലൈഹി ഇസ്ലാമിന്റെ മേൽ തോബയെ സ്വീകരിച്ചപ്പോൾ, ഹന്നഅത്തുഹുൽ മലായിക, മലക്കുകൾ അദ്ദേഹത്തിന് മംഗളം നേർന്നു. വഹബത്ത അലൈഹി, അദ്ദേഹത്തിനിടയ്ക്കിലേക്ക് ഇറങ്ങി വന്നു മംഗളാശംസയുമായി ജിബ്രീലു വ മീകായിലു അലൈഹിമുസ്സലാം, രണ്ടുപേരും. ഫകാല, ആ രണ്ട് മലക്കുകളും പറഞ്ഞു, യാ ആദമു, ആദമേ, ഖറത്ത് ഐനുക ബി തൗബത്തില്ലാഹി അലൈക, താങ്കളുടെ മേൽ അള്ളാഹു തആല തൗബയെ സ്വീകരിച്ചല്ലോ, അത് കാരണമായി താങ്കളുടെ കണ്ണ് കുളിർമയായിരിക്കുന്നു, അഥവാ കുളിർമയാവട്ടെ. ഫകാല ആദമു അലൈഹിസ്സലാം, ആദം അലൈഹിസ്സലാം തിരിച്ചു ചോദിച്ചു, യാ ജിബ്രീൽ, ഫഇൻകാന ബഅദ ഹാദിഹി തൗബത്തി, ഈ തോബയ്ക്ക് ശേഷം, തോബ ഏതായാലും സ്വീകരിച്ചല്ലോ, സുആൽ, ഇനി എന്തെങ്കിലും എനിക്ക് ചോദിക്കാനുണ്ടെങ്കിൽ, ഫഅൈന മക്കാമി, അതാണ് എൻ്റെ ചോദ്യം, എൻ്റെ മക്കാം ഇനി എവിടെയാണ് തോബ സ്വീകരിച്ച സ്ഥിതിക്ക്. ഫഅൗഹല്ലാഹു ഇലൈഹി, അല്ലാഹു തആല അദ്ദേഹത്തിന് വഹി അറിയിച്ചു, യാ ആദം, വറഫത്ത് ദുർരിയത്തുക തഅബ, നിന്റെ സഹോദരന്മാർ, നിന്റെ മക്കള് ബുദ്ധിമുട്ടിനെ അനന്തരമെടുത്തു, കഷ്ടപ്പാടിനെയും ദുരിതത്തെയും അനന്തരമെടുത്തു, വൻ നസ്ബ, ക്ലേശത്തെയും, വറഫ്തുഹും, ഞാൻ അവർക്ക് അനന്തരമായി നൽകി, അത്തൗബത്ത, തൗബയെ, കഷ്ടപ്പാടും ദുരിതവും കിട്ടുന്ന കാരണമായി അയാൾക്ക് തൗബ കിട്ടും, തൗബ കിട്ടി. ഫമൻ ദആനി മിന്നും, അപ്പൊ നിങ്ങൾ അവരിൽ നിന്നും ആരെങ്കിലും എന്നെ വിളിച്ചാൽ, ലബ്ബൈതു, ഞാൻ അവനോട് തൽബിയത്ത് പറയും, ഞാൻ ഇതാ ഉത്തരം ചെയ്യുന്നു പറയും, കമാ ലബ്ബൈതുക, ഞാൻ നിനക്ക് ഉത്തരം ചെയ്തതുപോലെ. വമൻ സഅലനിൽ മഗ്ഫിറത, എന്നോട് ആരെങ്കിലും മഗ്ഫിറത്ത് തേടിയാൽ,
ലം അബ്ഖൽ അലൈ, ഞാൻ അതിൻ്റെ മേൽ യാതൊരുവിധ ബുഖലും പിശുക്കും കാണിക്കുകയില്ല. കാരണം അന്നീ ഖരീബുൻ, ഞാൻ ഖരീബാണ് അവനോട്, മുജീബുൻ, ഞാൻ ഉത്തരം നൽകുന്നവനാണ്. യാ ആദം വ അഹ്സുറു തവ്വാബീന, ഞാൻ തൗബ ചെയ്തവരെ മഹ്ശറിൽ ഹാജരാക്കും, മിനൽ ഖുബൂരി, ഖബറുകളിൽ നിന്നും, മുസ്തബിശിരീന, സന്തുഷ്ടരായ നിലയിൽ, ലാഹിഖീന, ചിരിക്കുന്നവരായ നിലയിൽ, വ ദുആഉഹും മുസ്തജാബ്, അവരുടെ ദുആ ഉത്തരം നൽകപ്പെടുന്നതാണ്. വൽ അഖ്ബാർ വൽ ആസാറു ഫീ ദാലിക, ഈ വിഷയത്തിലുള്ള ഖബറുകളും അസറുകളും എല്ലാം ലാ തുഹ്സ, അതിനെ ക്ലിപ്തപ്പെടുത്തപ്പെടുകയില്ല. വൽ ഇജ്മാഉ മുൻഅഖിദുൻ, ഇജ്മാഉ നടന്നിരിക്കുകയാണ്, ഏകോപിതാഭിപ്രായം, മിനൽ അഇമ്മത്തി, ഇമാമുകളിൽ നിന്നും, അല വുജൂബിഹ, തൗബയുടെ വുജൂബിന്റെ മേൽ. മുഴുവൻ ഇമാമിങ്ങളും ഏകോപിച്ച് പറഞ്ഞിരിക്കുന്നു തൗബ വുജൂബാണെന്ന്. ഇത് കാരണം മഅനഹ, തൗബയുടെ മഅന അൽ ഇൽമു ബി അന്ന ദുനൂബ വൽ മആസിയ മുഹ്ലികാത്ത്. അൽ ഇൽമു, അതിന്റെ മഅന എന്താണ്? അൽ ഇൽമു, അറിയലാണ്. എന്തിന്? ബി അന്ന ദുനൂബ വൽ മആസിയ, വൻപാപങ്ങളും എതിര് ചെയ്യലുകളുമെല്ലാം, മുഹ്ലികാത്തുൻ, അത് നാശകാരികളാണ് എന്നറിയലാണ്. മുബഉദാത്തു മിനല്ലാഹി, അള്ളാഹുവിൽ നിന്നും അകറ്റുന്ന വസ്തുക്കളാണെന്നും അറിയലാണ്. വഹദാ ദാഖിലുൻ, ഇത് ദാഖിലാണ് ഫി വുജൂബിൽ ഈമാനി, ഈമാനിന്റെ വുജൂബിൽ ദാഖിലാണ്. പാപം ചെയ്യുന്ന കാരണമായ മനുഷ്യൻ നശിക്കും, അള്ളാഹുവിൽ നിന്ന് അകന്നു പോകുന്നുള്ളത്. വലാകിൻ ഖദ് തദ്ഹസുൽ ഗഫറത്തു അൻഹു, അവനെ തൊട്ട് ഗഫറത്ത്, അവനെ തൊട്ട് ഇവനെ എന്തിയിരിക്കുന്നു, പിന്നെ പരിഭ്രാന്തമാക്കിയിരിക്കുന്നു, അശ്രദ്ധ ഇവനെ, അതിനെ തൊട്ട്. അപ്പൊ മഅന ഹാദൽ ഇൽമി, ഈ ഇൽമിന്റെ മാന, തോബയിൽ വരേണ്ട ഈ ഇൽമിന്റെ മഅന ഇസാലത്തു ഹാദിഹിൽ ഗഫറത്തി, ഈ അശ്രദ്ധയെ നീക്കി കളയുക എന്നുള്ളതാണ്. വലാ ഖിലാഫ ഫി വുജൂബി, അത് വുജൂബാണെന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല. വമിൻ മആനിഹ, തൗബയുടെ മഅനകളിൽപ്പെട്ടതാണ് തർക്കുൽ മആസി ഫിൽഹാൽ, പാപങ്ങളെ ഒഴിവാക്കുക, വൽ അസ്മു അലാ തർക്കിഹ, പാപങ്ങളെ ഉപേക്ഷിക്കുമെന്ന് ഉറപ്പിക്കുക, ഫിൽ ഇസ്തിഖ്ബാൽ, വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ പാപങ്ങളെ മൊത്തം ഉപേക്ഷിക്കുമെന്ന് മനസ്സിലുറപ്പിക്കുക. തദാറുക്കും മാ സബക്ക്, മുമ്പ് കഴിഞ്ഞു പോയതിനെല്ലാം വീണ്ടെടുക്കുക, പിന്നെ തഖ്സീരി, വീഴ്ചയാൽ, ഫി സാബിഖിൽ അഹ്വാലി, മുൻകടന്നു പോയ അവസ്ഥകളിൽ വന്ന വീഴ്ചകളെയൊക്കെ വീണ്ടെടുക്കുക. അതാർക്ക് ഇത് ലാ യുശക്കു, സംശയിക്കപ്പെടുകയില്ല, ഫി വുജൂബ്, അതിന്റെ വുജൂബിന്റെ വിഷയത്തിൽ വുജൂബാണ്. ഈ മൂന്നെണ്ണവും വുജൂബാണ്. വമ്മ തനദ്ദുമു അലാമാ സബഖ, മുമ്പ് കഴിഞ്ഞതിന്റെ മേൽ ഖേദിക്കുക, വത്തഹസ്സുനു അലി, അതിന്റെ മേൽ ദുഃഖിക്കുക, ഫവാജിബൻ, അത് വാജിബാണ്. വഹുവ റൂഹു തൗബത്തി, തൗബയുടെ ആത്മാവാണത്. വബിഹി തമാമു തലാഫി, ഇതുകൊണ്ടാണ് തലാഫി ഈ പൂർത്തിയാകുന്നത്, വീണ്ടെടുക്കൽ പൂർത്തിയാകുന്നത്, പരിഹാരം പൂർത്തിയാകുന്നത്. കൈഫലായക്കൂനു വാജിബ്, പിന്നെ എങ്ങനെ അത് വാജിബാകാതിരിക്കും? ബൽ എന്നല്ല, ഹുവാത് നൗഉ അലമിൻ, ഒരിനം വേദനയാണ്, യഹ്സുൽ, അത് കരസ്ഥമാകും, ലാ മുഹാലത്ത, നിസ്സംശയം, ഹക്കീബ ഹക്കീക്കത്തിൽ മാരിഫത്തിന്റെ ഹക്കീക്കത്ത് കിട്ടിയ ഉടനെ അയാളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു തരം വേദനയാണ് ആ ദുഃഖം എന്ന് പറയുന്നത്. ബിമാ ഫാത്ത, നഷ്ടപ്പെട്ട ഒന്നിന്റെ പേരിലുള്ള ദുഃഖം, മിനൽ ഉംരി, ആയുസ്സിനാൽ, ആയുസ് നഷ്ടപ്പെട്ടതിന്റെ പേരിലുള്ള ദുഃഖം, വല്ലാഹഫി സുഖത്തിലായി, അള്ളാഹുവിന്റെ കോപത്തിലായ അവന്റെ ആയുസ് പാഴായി, അതിന്റെ പേരിലുള്ള ദുഃഖം. ഇത് പിന്നെ തീർച്ചയായിട്ടും എന്താണ്, അത് കാരണമായിട്ടുണ്ടാകുന്ന ആ വേദന അത് കരസ്ഥമാകും. ഹക്കീക്കത്തുൽ മാരിഫത്തിന്റെ അവസരത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ചുള്ള അവന്റെ മാരിഫത്ത്, അവന്റെ ജീവിതം അള്ളാഹുവിന്റെ കോപത്തിൽ പാഴായതിന്റെ പേരുള്ള അവന്റെ മാരിഫത്ത്, അതിന്റെ ഉടനെ അവന് കരസ്ഥമാകുന്ന ഒരു വേദനയാണ് ഈ നിദമെന്ന് പറയുന്നത്. ഫൈൻ കുൽത്തൈനി, നീ ചോദിച്ചാൽ, തഅല്ലുമുൽ കൽബി വേദനിക്കാന്നുള്ള അംറുൻ ലറൂരിൻ, അത് ഒരു നിർബന്ധിത സാഹചര്യം, ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. ലാ യദ്ഖുലു തഹ്തൽ ഇഖ്തിയാരി, ഇഖ്തിയാറിന്റെ തഹ്തിൽ അത് പ്രവേശിക്കുന്നതല്ല. ഇഖ്തിയാർ അതായത് പിന്നെ താൻ തീരുമാനിച്ച് ചെയ്യുക, അതിന്റെ തഹ്തിൽ പ്രവേശിക്കുന്നതല്ല. ഫകൈഫ യൂസഫ് ബിൽ വുജൂബി, പിന്നെ എങ്ങനെയാ വുജൂബ് എന്ന് പറയപ്പെടുക എന്ന് ചോദിച്ചാൽ, ഫാലം, നീ അറിയണം, അന്ന സബബഹു, ഇതിന്റെ സബബ്, തഹ്ഖീഖുൽ ഇൽമി, ഇതിന്റെ സബബ്, ഈ വേദനയുടെ സബബ് തഹ്ഖീഖുൽ ഇൽമി, ഇൽമിനെ ഉറപ്പിക്കലാണ്. ബി ഫവാത്തുൽ മഹബൂബി, മഹബൂബ് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ള, മഹബൂബായ അള്ളാഹു നഷ്ടപ്പെട്ടു പോകുക എന്നുള്ള ഇൽമിനെ ഉറപ്പിക്കലാണ്. വലഹു, അതിനുണ്ട്, സബീലു ഇല്ലാ തഹ്സീലി സബീബിഹി, അതിനുണ്ട് ഒരു വഴിയുണ്ട്
അതിൻ്റെ സബബിനെ കരസ്ഥമാക്കുന്നതിലേക്കുള്ള ഒരു വഴിയുണ്ട്. വലഹു അവനുണ്ട് സബീൽ വഴിയുണ്ട് ഇലാ തഹ്സീലി സബബിഹി അതിൻ്റെ ആ വേദനയുടെ സബബിനെ കരസ്ഥമാക്കുന്നതിലേക്ക് അവന് വഴിയുണ്ട്. അവൻ ചിന്തിക്കുമ്പോൾ അവന് വഴി കിട്ടും. ഒമി മിസ്ലി ഹാദൽ മാന ഈ മാന പോലുള്ളത് കൊണ്ട് ദഖലൽ ഇൽമു തഹ്തൽ വുജൂബി വുജൂബിന്റെ തഹത്തിൽ ഈ ഇൽമ് പ്രവേശിച്ചു. ഈ ഇൽമ് ലറൂരിയാണെങ്കിലും ലാബിമാന അന്നൽ ഇൽമ യഖ്ലുഖുഹുൽ അബ്ദു അടിമ ഉണ്ടാക്കി തീർക്കേണ്ട ഇൽമാണ് എന്ന നിലയിലല്ല. യുഹദിസുഹു ഫീ നഫ്സി സ്വയം മനസ്സിൽ ഉണ്ടാക്കി തീർക്കേണ്ടതാണ്. കാരണം ഫൈനദാലിക മുഹാലുൻ അത് അസംഭവ്യമാണ്. കാരണം മനസ്സിന്റെ വേദന എന്ന് പറയുന്നത് ഈ പറഞ്ഞതാണല്ലോ. അവൻ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല, അവന്റെ മനസ്സിൽ വരുന്ന വേദനയിൽ ഉണ്ടാകുന്നതാണ്. ബലിൽ ഇൽമു മറിച്ച് ഇൽമും നദമും ഫിഅലും ഇറാദത്തും ഖുദ്റത്തും എല്ലാം വൽ ഖാദിറു കുല്ലുൻ വൽ ഖാദിറുൽ കുല്ലു മുഴുവൻ ഖാദിറും മിൻ ഖൽഖില്ലാഹി അള്ളാഹുവിന്റെ ഖൽഖിനാലുള്ളതാണ്. വഫിഅലിഹി അല്ലാഹു ഖലഖക്കും വമാ തഅമലുൻ അള്ളാഹ് നിങ്ങളെ പടച്ചു, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ അവൻ പടച്ചു. അതാ ഹുവൽ ഹഖു ഇൻദ അബിൽ അബ്സാർ ഉൾക്കാഴ്ചയുള്ളവരുടെ അടുക്കൽ ഇതാണ് ഹക്ക്. ഒമാ സിഫ അത് ഇത് ഒഴികെയുള്ള എല്ലാം ലലാലുൻ വഴികേടാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.